രണ്ട് താരങ്ങളെ ഇന്ന് നമുക്ക് വേണ്ടി ഇവിടെ നൽകിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ആൻഡ് സുജി മാമിനോടാണ്. കാരണം ലോകം കണ്ട ഏറ്റവും വലിയ നടന്റെ ഭാര്യയാണ് ഇപ്പൊ ഇതാ വിസ്മയ മോഹൻലാലിന്റെ അമ്മയായിട്ട് നിൽക്കുകയാണ്. ലാൽ സാറിന്റെ വൈഫായിട്ട് എന്ത് പീസ് ഓഫ് അഡ്വൈസ് ആയിരിക്കും വിസ്മയക്ക് നൽകുക? ലാൽ സാറിന്റെ വൈഫായിട്ട് സുജി മാം എന്ത് പീസ് ഓഫ് അഡ്വൈസ് ആയിരിക്കും വിസ്മയക്ക് നൽകുക? കാരണം ഏറ്റവും വലിയ നമുക്ക് ഇറീപ്ലേസബിൾ എന്ന് പറയുന്നത് പോലെയാണ് ലാൽ സാർ. ചേട്ടന്റെ വൈഫായിട്ട് കൂടുതൽ മായന്റെ അമ്മയായിട്ടല്ലേ എനിക്ക് അഡ്വൈസ് കൊടുക്കാൻ പറ്റുള്ളൂ. കൊടുക്കാനുള്ള അഡ്വൈസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെയും പറഞ്ഞിട്ട് എല്ലാരെയും ബോറടിപ്പിക്കണ്ട. എത്ര പ്രൗഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ് മാം. ഇറ്റ്സ് എ വെരി പ്രൗഡ് മൊമെന്റ് എനിക്ക്. How do you all do this? I mean, anyways, I'm not used to. Anyways, so actually, it's a very special day for me because it marks my daughter Vismaya's Thudakkam into this beautiful world of cinema. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ആക്ച്വലി എനിക്ക് കുറേ കൊല്ലത്തിനും ഒരു ഫ്ലാഷ് ബാക്ക് സീനാണ് ഓർമ്മ വരുന്നത്. മായയും അപ്പുവും, ഐ തിങ്ക് അപ്പു ഒരു 12 and മായ 8 ആയിരിക്കുമ്പോൾ വീട്ടിൽ we did a home film called Angry Maya and Appu was the director and actor and Maya was playing the main character. ഞാൻ എന്നിട്ട് ക്യാമറേൻ്റെ പിന്നിലായിരുന്നു. അന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല ദാറ്റ് രണ്ട് പിള്ളേരും ഈ സിനിമയിലോട്ട് കാല് കുത്തി വെക്കുന്നു. So it's all God's pre-planned destiny that's come about, and I think the universe also works towards it when he wants it that way. And today actually ee kollam thane is very special to us because ende chetna Dada Saheb Phalke award kitti. ഇന്ന് അപ്പുവിൻ്റെ DS ഹീറോയിൻ്റെ റിലീസാണ്. അതെന്താ സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇഫ് ഹീസ് ഗോയിങ് ടു ആക്ട് എല്ലാം കൊല്ലം കുറേ സിനിമ വരുന്നുണ്ട് വെച്ചാൽ നത്തിങ് സ്പെഷ്യൽ അബൌട്ട് ഇറ്റ്. പക്ഷേ ഇവൻ വന്നിട്ട് 2 കൊല്ലത്തിൽ ഒരു പടം ചെയ്യും. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് എ ന്യൂ ഫിലിം കമ്മിങ്, ഫസ്റ്റ് ഫിലിം. എവറി ഇയർ ഹി ഡസ് എ ഫിലിം, സോ ഇറ്റ്സ് വെരി സ്പെഷ്യൽ ടു മീ. And I take this opportunity to wish the DS Hero team all the best for their big day today. പിന്നെ കമ്മിങ് ടു തുടക്കം, ആക്ച്വലി മായ എന്നിട്ട് ഒരു ഫ്യൂ ഇയേഴ്സ് അഗോ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പം ഞാൻ ചേട്ടൻ്റെ പറഞ്ഞു. ആൻഡ് ലൈക്ക് ഹി സെഡ് ബിഫോർ, ചേട്ടൻ പറഞ്ഞു അത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല. ബട്ട് ആസ് പേരൻസ് നമ്മളുടെ പിള്ളേർക്ക് വന്നിട്ട് എസ്പെഷ്യലി അവരുടെ ഫ്യൂച്ചറിൻ്റെ പറ്റി അവരെന്നെയും പറയുമ്പോൾ ഇറ്റ് ഈസ് ആർ ഡ്യൂട്ടി ടു സപ്പോർട്ട് ദെം ഇൻ എനി വിച്ച് വേ വി ക്യാൻ, ആൻഡ് ദാറ്റ്സ് വാട്ട് വീവ് ഡൺ. ആൻഡ് അങ്ങനെയാണ് തുടക്കം ജൂഡായിട്ട് ഒരു 2-3 കൊല്ലം മുമ്പ് ഇങ്ങനെ സംസാരിച്ച് ജൂഡ് വേറെ 2 കഥ കൊണ്ടുവന്നു. അത് നമുക്ക് വർക്കായില്ല. പിന്നെ അപ്പം ഞാൻ വിശാഖ് പറഞ്ഞു, ജൂഡ് വന്നാൽ ഇപ്പോൾ ഒരു ന്യൂസ് ഇല്ലല്ലോ ജൂഡിൻ്റെ. പറഞ്ഞു, ചേച്ചി ജൂഡല്ലേ എപ്പോഴും എന്തെങ്കിലും കൊണ്ടുവരും. അതുപോലെ ഈ കഥ കൊണ്ടുവന്നപ്പോൾ എനിക്ക് ഇഷ്ടമായി. അതെല്ലാം കേട്ടിട്ട് ഞാൻ ആൻ്റണിയത്ത് പറഞ്ഞു, ആൻ്റണി ഇങ്ങനെ ഒരു കഥ വന്നിട്ടുണ്ട്. ആൻ്റണി കഥയെല്ലാം കേട്ടിട്ട് അവസാനം ചോദിച്ചു, ചേച്ചി ആരാ ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ പോണേ? അപ്പം ഞാൻ ആൻ്റണിയെ നോക്കിയിട്ട് പറഞ്ഞു, എന്ത് ചോദ്യം അത്? ആൻ്റണി, ആശീർവാദ് സിനിമാസ്. അപ്പം ആൻ്റണി, ഞാനോ? ഞാൻ പറഞ്ഞു, വേറെ ആര്? ആൻ്റണി തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. And Anthony, very graciously, he has made it a reality today. Thank you, Jude. And thank you to all the people who are working behind Thudakkam. And Maya, this is for you. With your grandparents' blessings, ividella ellarum blessings, and by the grace of God, I wish you all the very best in your new beginning for your Thudakkam. Thank you. And yes, Ashish na adevide vilikkinda ennokka parnondu. Ashish, all the very best. I can't say it's your Thudakkam because you were there in Empuran, but still all the very best. You guys will rock. Thank you so much, ma'am. Thank you. So being the director for the same, എന്താണ് സർ ഈ ഒരു മൊമെന്റിൽ പറയാനുള്ളത്? ആക്ച്വലി ഇപ്പോൾ മായനേക്കാളും കൂടുതൽ ടെൻഷൻ എനിക്കാണ് ഇവിടെ നിൽക്കുമ്പോൾ. ഇതുവരെ ഞാൻ വിചാരിച്ചിരുന്നത് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു പൂജ ഫംഗ്ഷൻ ആയിരുന്നാണ്. പക്ഷേ ഇത് എന്താ പറയുക, ഒരു ചെറുപ്പത്തിലേ മുതൽ ലാലേട്ടൻ ഫാനായിട്ട് വളർന്ന ഒരു ആള്, ആഗ്രഹിച്ച ഒരു ഡയറക്ടറായിട്ട് അയാൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല അവസരമാണ് ലാലേട്ടൻ്റെ ഫാമിലിയിലെ ഒരു 2 മിനിറ്റ് സ്പെൻഡ് ചെയ്യാന്നുള്ളത്. ഞാനിപ്പോൾ അത്യാവശ്യം കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് ലാലേട്ടൻ്റെ ഫാമിലിയുടെ കൂടെ. പ്രത്യേകിച്ച് എനിക്ക് മായയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കാണുന്ന മായ എന്ന് പറയുന്നത്
വളരെ ക്വയറ്റ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. ഭയങ്കര ശാന്ത സ്വഭാവം, ഭയങ്കര ജെന്യൂൻ ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരാളെ ആദ്യ സിനിമ ചെയ്യാൻ പറ്റുന്നത് എൻ്റെ ഒരു ഇതായിട്ട് തോന്നുന്നു. കാരണം ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ അയാളുടെ ആദ്യത്തെ സിനിമയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അയാളിൽ നിന്ന് പഠിക്കാൻ പറ്റും. നമ്മൾ സിനിമയുടെ യാതൊരു മായയില്ലാതെ വരുന്ന ഒരു മായയാണ് ഈ മായ. അപ്പോൾ അതുകൊണ്ട് അത്ര സന്തോഷം എനിക്കുണ്ട്. എന്താ പറയുക, എല്ലാവരോടും പറയാനുള്ളത് ഇതൊരു ചെറിയ കുടുംബ ചിത്രമാണ്. അതുകൊണ്ട് ഞങ്ങളിത് വൃത്തിയായിട്ട് ഷൂട്ട് ചെയ്യാനാണ് ആഗ്രഹം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും വേണം. ആനന്ദ ചേട്ടനും ചേച്ചി ശരിക്കും നല്ല ഒരു സ്ക്രിപ്റ്റ് റൈറ്ററാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ഇതിൻ്റെ പല കാര്യങ്ങളും. ഈ പടം എഴുതിയിരിക്കുന്നത് ലിനീഷ് ബാലയും അഖിൽ കൃഷ്ണ എന്ന് രണ്ടുപേരും കൂടി ഉണ്ട്. അവരുടെ ഉണ്ട്, അവരുടെ കൂടെ ഞാനും ചേച്ചിയും ഉണ്ട്. ഞങ്ങളെല്ലാവരും ചേർന്ന്, കാരണം ഇത് ഓരോ പ്രാവശ്യം നമ്മൾ മിനുക്കി എല്ലാവർക്കും ഇഷ്ടമാവണം എന്ന പ്ലാനിലാണ് എഴുതിയിരിക്കുന്നത്. ഇതിൽ ക്രൂഷ്യൽ പല കാര്യങ്ങളും ആനന്ദചേട്ടൻ്റെയാണ് ഒരു മെയിൻ റൂട്ട് ഈ വഴി വന്നത്. പിന്നെ ഞാൻ തന്നെയാണ് ആനന്ദചേട്ടനോട് പറഞ്ഞത്, ചേട്ടാ ഇതിനകത്തൊരു കഥാപാത്രമുണ്ട്, അത് ഞാൻ ആശിഷിനെ കൊണ്ട് ചെയ്യിച്ചോട്ടെ എന്ന് ചോദിച്ചത്. കാരണം എനിക്ക് ആശിഷിനെ നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിലും എനിക്ക് ആ ക്യാരക്ടറിന് ആപ്റ്റാണെന്ന് തോന്നിയിട്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ ആനന്ദചേട്ടനെ സന്തോഷത്തോടെ പറയുകയും ചെയ്തു. അങ്ങനെ എല്ലാം ഏതാണ്ട് ഒത്തുവരുന്നു. ഒരുപാട് സന്തോഷം ഇങ്ങനെ ഈ വേദിയിൽ നിൽക്കാൻ കഴിഞ്ഞതിൽ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഓൺ സ്റ്റേജ് എന്താണ് പറയാനുള്ളത് ആശിഷ്? വെരി ഗുഡ് മോർണിംഗ്. വളരെ സന്തോഷം. ലാലങ്ങളുടെ കുടുംബവും എൻ്റെ കുടുംബവും, we've been a family since the beginning and I see that as the biggest blessing. അതിന് കൂടെ തന്നെ മായ ചേച്ചിയുടെ തുടക്കത്തിൽ ഒരു ഭാഗാവാൻ പറ്റുക is again the greatest thing that happened in my life and I'm really happy and grateful to be standing here. ഈ ഒരു അവസരം തന്ന ജൂഡേട്ടനും ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച് ചേട്ടാ. And I'm requesting everybody's prayers and blessings. And once again, thank you so much. ഒരു ചെറിയ കാര്യം പറയട്ടെ. ദിവസവും ഒരു ചെറിയ തുക മാറ്റിവെച്ച് വലിയത് വാങ്ങണം. ഗാഡ്ജറ്റ് ആയാലും അപ്ലയൻസ് ആയാലും. മൈജി സൂപ്പർ EMI, ചെറുതിൻ്റെ പവർ.